വൺപ്ലസിന്റെ വൺപ്ലസ് നോഡ് എന്ന ഫോണിന്റെ സക്സസർ ആയിട്ടുള്ള വൺപ്ലസ് നോഡ് 2 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺപ്ലസ് നോഡ് 2 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഫോണിന്റെ പ്രോസസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 1200A എന്ന പ്രോസസറാണ് വരുന്നത്. പല ഫോണുകളിലും മുമ്പ് കണ്ടിട്ടുള്ള മീഡിയാടെക് ഡിമെൻസിറ്റി 1200 എന്ന പ്രോസസറിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഒരു കസ്റ്റം ചിപ്പാണ്. മീഡിയാടെക് ഡിമെൻസിറ്റി 1200 എന്ന പ്രോസസറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു AI ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് ചില എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ AI കളർ ബൂസ്റ്റ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് യൂട്യൂബ്, MX പ്ലെയർ, പിന്നെ VLC പ്ലെയറിലൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ കളേഴ്സ് ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്യാമറയിലും കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ AI ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 1200A എന്ന പ്രോസസർ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസർ തന്നെയാണ്. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 6ഓളം 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. N1, N3, N40, N41, N78, പിന്നെ N28A. പിന്നെ ഇതിൽ LPDDR4Xന്റെ റാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിന്റെ 3 വേരിയൻസ് ഇപ്പൊ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയന്റില് 6GB റാം 128GB ഇന്റേണലാണ് വരുന്നത്. പിന്നെ 8GB റാം 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഒന്നും കൊടുത്തിട്ടില്ല. NFC എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള വൈബ്രേഷൻ എഫക്റ്റ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഹാപ്റ്റിക് 2.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ നോയിസ് ക്യാൻസലേഷൻ പോലുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ലെവൻ ബേസ് ആയിട്ടുള്ള ഓക്സിനോയ്സ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ കമ്പനി തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് 2 ആൻഡ്രോയിഡ് അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഈ ഫോണിൽ ലഭിക്കുമെന്നുള്ള കാര്യം. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം മെയിൻ ക്യാമറ സെൻസറിന്റെ കാര്യമാണ്. 50 മെഗാ പിക്സലിന്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX766ന്റെ സെൻസറാണ്. ഈ ഒരു സെൻസറിൽ OIS എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിന്റെ f2.25 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് സ്കേപ്പ് അൾട്ര എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ AI വീഡിയോ എൻഹാൻസ്മെന്റ് അതുപോലെ തന്നെ AI ഫോട്ടോ എൻഹാൻസ്മെന്റ് ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ വ്യൂ വീഡിയോ ഇതുപോലുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇത് സോണി IMX615ന്റെ സെൻസറാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 4500 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് C ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിലെ 6.43 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 189 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.2 mm ആണ്. പിന്നെ ഫോണിന്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഈ ഫോണിന്റെ 3 കളർ വേരിയൻസ് ഇപ്പൊ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രേ സീറ, ബ്ലൂ ഹേസ് അതുപോലെ തന്നെ ഗ്രീൻ വുഡ്സും. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ 6GB റാം വെർഷന്റെ വില വരുന്നത് 27,999 രൂപയാണ്. 8GB റാം വെർഷന്റെ വില വരുന്നത് 29,999 രൂപയാണ്. 12GB റാം വെർഷന്റെ വില വരുന്നത് 34,999 രൂപയാണ്. പ്രൈസിങ് വലിയ തരക്കേടില്ലാതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിന്റെ 8GB റാം വെർഷൻ മാത്രമാണ് ആദ്യം അവൈലബിൾ ആവുക. ജൂലൈ 26 മുതൽ 8GB റാം വെർഷന്റെ ഏർലി ആക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ജൂലൈ 28 മുതൽ സെയിലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വൺപ്ലസിന്റെ വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ ആമസോൺ വഴിയുമായിരിക്കും ഈ ഫോണിന്റെ സെയിൽ നടക്കുക. പിന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഓഫ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 6GB റാം വെർഷനും അതുപോലെ തന്നെ 12GB റാം വെർഷനും ഓഗസ്റ്റിലായിരിക്കും അവൈലബിൾ ആവുക എന്നാണ് വൺപ്ലസ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ഒരു ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പം പറഞ്ഞിട്ടില്ല. പിന്നെ വൺപ്ലസ് മുമ്പ് ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ വൺപ്ലസ് നോഡ് എന്ന ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 25,000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള വെർഷന് അവൈലബിൾ ആയിട്ടില്ല. വൺപ്ലസ് നോഡ് 2ന്റെ കാര്യത്തിൽ അങ്ങനെ വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. കറക്റ്റ് ഒരു ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോഴും അനൗൺസ് ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺപ്ലസ് നോഡ് 2 എന്ന ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന് മെയിൻ ആയിട്ട് കോമ്പറ്റീഷൻ ആയിട്ട് വരാൻ പോകുന്നത് പോക്കോ F3 GT എന്ന ഫോണാണ്. ആ ഒരു ഫോണും ഏകദേശം ഇതിനടുത്ത് വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു ഫോണിന് 1000 രൂപ കുറവാണ്.
എന്തായാലും 28,000 രൂപ പ്രൈസ് റേഞ്ചിലും OnePlus Nord 2 എന്ന ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.